Okay, so നമ്മളിന്ന് സബ് എഞ്ചിനീയർ എക്സാമിന് മാത്രമല്ല ഇപ്പം 7-ാം തീയതി എക്സാം ഉണ്ട്. അപ്പം ഇന്ന് എല്ലാവർക്കും ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയറിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. എല്ലാവർക്കും വലിയ കുഴപ്പമില്ലാണ്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു എക്സാം. അപ്പോൾ ആ സബ് എഞ്ചിനീയർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം, പിന്നെ ഓവർസിയർ എക്സാം, ഇനി വരാൻ പോകുന്ന മിക്ക എക്സാംസിനുള്ള ടോപ്പിക്കാണ് ഈ RCC എന്നുള്ളത്. അപ്പോൾ RCCയിലെ ടോപ്പിക്കിൽ നമുക്ക് സ്ലാബ്സ് എന്നുള്ള ടോപ്പിക്കും സ്റ്റെയർ കേസ് എന്നുള്ള ടോപ്പിക്സും കമ്പൈൻ ചെയ്ത് ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നുള്ള PYQs ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ PYQസിലേക്ക് പോവാം. അപ്പോൾ ജോയിൻ ചെയ്യേണ്ടവരൊക്കെ ജോയിൻ ചെയ്തു എന്ന് കരുതുന്നു. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, first question. The main reinforcement in an RCC slab consists of 10 mm bars is 100 mm spacing center to center. If it is desired to replace the 10 mm bars by 12 mm bars, then the spacing of 12 mm bars will be. That's the question. So, the answer അറിയാന്നുള്ളവരൊന്ന് ടെക്സ്റ്റിലിട്ടെ. The main reinforcement in a RCC slab consists of 10 mm bars is 100 mm spacing center to center. If it is desired to replace the 10 mm bars by 12 mm bars, then spacing of the 12 mm bars will be. നിങ്ങൾ ഈ ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഹിന്റ് പറയാം. നിങ്ങൾ ഈ ക്വസ്റ്റിന് വേണ്ടിയിട്ട് വലിയ കാര്യത്തിൽ സ്ലാബ് റീഇൻഫോഴ്സ്മെന്റിന്റെ ഡീറ്റെയിൽസും കോഡ് ബുക്കും ഒന്നും എടുത്തിട്ട് ആലോചിക്കണ്ട. ഇതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ പോലെ ആലോചിച്ചാൽ മതി. അതാണ് ഹിന്റ്. ഇനി ആ ക്വസ്റ്റൻ ഒന്നുകൂടി റീഡ് ചെയ്ത് നോക്കിയേ, അപ്പൊ നിങ്ങൾക്ക് കിട്ടും ആൻസർ. ആൻസർ അറിയാന്നുള്ളവരൊന്ന് ചാറ്റിലിട്ടെ. ആൻസർ ജസ്റ്റ് കിട്ടിയവര്, എനിക്കറിയാൻ പറ്റുമല്ലോ അപ്പൊ എത്ര പേര് ലോജിക്കലി തിങ്ക് ചെയ്തു ഇതില്. ഓക്കെ, സോ ആൻസർ പറയട്ടെ. സോ ആൻസർ ഇസ് 144. ഇതെങ്ങനെ വന്നു നോക്കാം. ഓക്കെ, സി ക്വസ്റ്റിൽ നോക്കിയത് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഇൻ ആൻ RCC സ്ലാബ് എന്ന് പറഞ്ഞാൽ 10 mm ബാർ ആണ്. ഓക്കെ, 10 mm ബാർ ആണ് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് ഇൻ ആൻ RCC സ്ലാബ്. അതിന്റെ സ്പേസിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് 100 mm ബാർ എന്ന് പറഞ്ഞു. അപ്പൊ 10 സ്ക്വയർ 100 mm. ഓക്കെ, അപ്പോൾ അടുത്തത് 12 mm ആയിട്ട് റീപ്ലേസ് ചെയ്യുമ്പം അതേ 12 സ്ക്വയർ 144 mm. ഓക്കെ, ഇത്രേ ഉള്ളൂ. വലിയ കാര്യത്തിലൊന്നും അത് ചിന്തിച്ച് മലമറിക്കണ്ട. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസും വരും നിങ്ങൾക്ക്. ഓക്കെ, ബട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചെടുക്കൂല എങ്ങനെയായിരിക്കും ഇതിന്റെ ആൻസർ എന്ന്. ഇനി അടുത്തത്, ഇൻ സ്ലാബ് ഡിസൈൻ റേഷ്യോ ഓഫ് മാക്സിമം ഡയമീറ്റർ ഓഫ് റീഇൻഫോഴ്സിംഗ് ബാർ ടു ദ ടോട്ടൽ തിക്നെസ് ഓഫ് ദി സ്ലാബ് ഷുഡ് നോട്ട് ബി മോർ ദാൻ. ആൻസർ അറിയാന്നുള്ളവരൊന്നിട്ടേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു ഈ ടോപ്പിക്. In slab design, ratio of maximum diameter of reinforcing bars to the total thickness of the slab should not be more than. It should not be more than. എത്രയായിരിക്കും ആൻസർ? ആൻസർ അറിയാന്നുള്ളവരൊന്നിട്ടേ. Okay, the answer is 1/8. അതായത് maximum dia of reinforcing bar is equal to the thickness of the slab. Thickness of slab by 8 എന്നാണ്. ഓക്കെ, ഇത് ചെറിയൊരു തമ്പ് റൂള് പോലെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. മാക്സിമം ഡയമീറ്റർ ഇസ് ഈക്വൽ ടു തിക്നെസ് ഓഫ് ദ സ്ലാബ് ബൈ 8. തിക്നെസ് കൂടെ കൊണ്ടുപോയി 1/8 കേട്ടോ. നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ സ്ലാബ് ഡിസൈൻ റേഷ്യോ ഓഫ് മാക്സിമം ഡയമീറ്റർ ടു ദി തിക്നെസ് ഓഫ് ദ സ്ലാബ് എന്നാണ്. ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ 1/8. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിനെ പോലെ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്, മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ്. ഇത് കൂടെ പറഞ്ഞത് കൊണ്ട് ഇതും കൂടി ഞാൻ കൂടെ പറഞ്ഞു പോവാം. ഓക്കെ, മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് ഡിസൈഡ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഇതേ സെയിം തിക്നെസ്സിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അത് തിക്നെസ് ഓഫ് സ്ലാബ് ബൈ 4 ആണ്.
ഓക്കെ, ഇതേ സെയിം പാറ്റേണിൽ വരുന്നതുകൊണ്ട് അത് ഞാൻ അവിടെ മെൻഷൻ ചെയ്തതേ ഉള്ളൂ കേട്ടോ. സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ദ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ is limited for span to depth ratio of a cantilever up to span is up to 10 meter span. Okay, question add ചെയ്തോ കേട്ടോ. up to 10 meter span is എത്രയാന്നുള്ളതാണ് കേട്ടോ. 10 മീറ്റർ വരെയും ഒരു വാല്യൂ ഉണ്ട്. നമ്മൾ കൺട്രോൾ ഓഫ് ഡിഫ്ലക്ഷനിൽ ചെയ്തതാണ്. ഓക്കെ, സോ കൺട്രോൾ ഓഫ് ഡിഫ്ലക്ഷൻ നമ്മൾ ആ ടോപ്പിക്ക് സ്ലാബ്സിനും ബീംസിനും ഒരേ ടൈപ്പ് ആയിട്ടുള്ളതാണ് വരുന്നത്. സ്ലാബ്സിനും ബീംസിനും ഒരേപോലെയാണ് വരുന്നത്. അറിയാന്നുള്ളവരൊന്നിട്ടേ. സോ അറിയാന്നുള്ളവർ ചാറ്റിലേക്ക് ആൻസേഴ്സ് ഒന്ന് ഇട്ടേ. Okay, the answer is 7. Okay, answer is 7. ഇതില് നമുക്ക് അറിയുന്ന ഓൾറെഡി നമ്മളിത് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇത് എനിവേ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഫോർ ലെസ് ദാൻ 10 മീറ്റർ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് സ്പാൻസിന്, അതായത് ഓരോ ടൈപ്പ് ഓഫ് ബീംസും അതായത് സ്ലാബ്സും ഒരേ കാറ്റഗറിയിലാണ് നമ്മൾ പറയുന്നത്. ഫോർ കാന്റിലിവർ അതിന്റെ വാല്യൂ അതായത് L/D റേഷ്യോ ആണ്, ലിമിറ്റഡ് ടു 7. ഫോർ സിംപ്ലി സപ്പോർട്ടഡ്, ഈ എപ്പോഴും വന്നിട്ട് ഇതേപോലെ ഈ ക്വസ്റ്റ്യൻ വന്നിട്ട് ഏതെങ്കിലും ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡിന് ഇറ്റ് ഈസ് 20 ആൻഡ് ഫോർ കണ്ടിന്യൂസ് ഇറ്റ് ഈസ് 26. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മിക്കപ്പോഴും കാണാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. ഓക്കെ, ലെസ് ദാൻ 10 മീറ്ററിന്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 മീറ്ററിന് അപ് ടു 10 മീറ്റർ വരെ ഇതായിരിക്കും ഇതിന്റെ ക്രൈറ്റീരിയ. ഓക്കെ, സോ നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ഹാസ് ആൻ എഫക്റ്റീവ് സ്പാൻ ഓഫ് 12 മീറ്റർ. Effective span of 12 meter. What shall be the limiting ratio to effective depth as per IS 456/2000? അറിയാന്നുള്ളവരൊന്നിട്ടേ ആൻസർ. നിങ്ങൾക്ക് ഗസ് വർക്ക് ആവട്ടെ, ഞാൻ കുറച്ചു മുമ്പാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത് ഇപ്പോൾ. ഓക്കെ, ലെസ് ദാൻ 10 മീറ്റർ ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും, ഇപ്പോൾ ഗ്രേറ്റർ ദാൻ 10 മീറ്റർ ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, ദ ആൻസർ ഇസ് 16.67. ഇതെങ്ങനെ വന്നു എന്നുള്ളത് നോക്കാം. ഇനി ഗ്രേറ്റർ ദാൻ 10 മീറ്റർ ആയിരിക്കുമ്പം കാന്റിലിവറിന് കണ്ടീഷനേ ഇല്ല. കാരണം കാന്റിലിവർ ഗ്രേറ്റർ ദാൻ 10 മീറ്റർ കണ്ടീഷനിൽ കാന്റിലിവർ നമ്മൾ ചിന്തിക്കുകയേ വേണ്ട, കാന്റിലിവർ ഇടാറില്ല. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡിനും കണ്ടിന്യൂസിനും മാത്രം ആലോചിച്ചാൽ മതി. ഇതിന്റെ എങ്ങനെ എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ L/D റേഷ്യോ ഇതിനകത്തിൽ കൺസിഡർ ചെയ്യുന്നത് നമ്മൾക്കറിയാം. ഫോർ ദ സിംപ്ലി സപ്പോർട്ടഡിന്റെ 10 മീറ്റർ ലിമിറ്റ് ഓഫ് അപ് ടു 10 മീറ്ററിനുള്ളതിന്റെ വാല്യൂ വന്നിട്ട് 20 ആണെന്നറിയാം. അപ്പൊ 20 into 10 ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് സ്പാൻ തന്നിട്ടുണ്ട് 12. ഓക്കെ, so 20 into 10 by 12 you will be getting 16.67 meters. കിട്ടിയ ആൻസർ 16.67 meters. Okay, deflection along longer span of one-way slab. Yes, one-way slabile deflection along longer span of one-way slab is എന്ത് ടൈപ്പ് ആണെന്നുള്ളത്? കൈനമാറ്റിക്സ്, സ്റ്റാറ്റിക്സ്, കൈനറ്റിക്സ്, ഡൈനാമിക്സ്. Kinematics, statics, kinetics and dynamics. Deflection along longer span of one-way slab. Okay, the answer is statics. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ വൺ വേ സ്ലാബിന്റെ പ്രത്യേകത. ഇറ്റ് ഈസ് ഹാവിങ് സപ്പോർട്ട്സ് ഓൺ 2 sides അല്ലേ? 2 സൈഡിലാണ് ഒരു വൺ വേ സ്ലാബിന് സപ്പോർട്ടുള്ളൂ. ഓക്കെ, വൺ വേ സ്ലാബിന് സപ്പോർട്ട് ഉള്ളത് 2 സൈഡിലാണ്. ഈ 2 സൈഡിലും, 2 സൈഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ടർ സ്പാൻസിൽ, ഈ ഷോർട്ടർ സ്പാൻസിലാണ് നമ്മൾക്ക് വന്നിട്ട് ഡിഫ്ലക്ഷൻ ഇസ് അലോങ് ദ ഷോർട്ടർ സ്പാൻ അല്ലേ? ഡിഫ്ലക്ഷൻ വന്നിട്ട്
ഇതിങ്ങനെ ഇറ്റ് ഈസ് ഷോർട്ടർ സ്പാനിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫ്ലക്ഷൻ നടക്കുന്നത് അല്ലേ? സോ ഇവിടെ ഇത് ഇത്രയും കൂടി ഷോർട്ടർ സ്പാൻ ആയില്ല, ഇതിപ്പോൾ ലോങ്ങർ സ്പാൻ ആയിപ്പോയി. ഓക്കെ, കുറച്ചും കൂടി വലുതാക്കി വരയ്ക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവില്ലല്ലോ. ഓക്കെ, സോ എലോങ് ദ ഷോർട്ടർ സ്പാൻ ആണ് ഡിഫ്ലക്ഷൻ നമുക്ക് ഉണ്ടാവുന്നത് ഇൻ കേസ് ഓഫ് one way slab. Okay, so deflection is along the shorter span. So ഷോർട്ടർ സ്പാനിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താണ്, ഒരു ഡൈനാമിക് ആക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതായത് ആ ലോഡിനെ, ഒരു ലോഡ് നമ്മൾ കൊടുക്കുമ്പോൾ, ഒരു വസ്തുവിനെ നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ ആ ലോഡിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവുമല്ലോ. ആ റിയാക്ഷനെ നമുക്ക് ഡൈനാമിക്സ് എന്ന് പറയാം. പ്രത്യേകിച്ച് ഒരു റിയാക്ഷനും ഇല്ലാണ്ട് അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്റ്റാറ്റിക് എന്ന് പറയാം അല്ലേ? അപ്പോൾ ഷോർട്ടർ സ്പാനിലാണ് എന്തെങ്കിലും റിയാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് എലോങ് ദ ഷോർട്ടർ സ്പാൻ ഡൈനാമിക്സ് ആയിരിക്കും. ഓക്കെ, ഡിഫ്ലക്ഷൻ വിൽ ബി ഡൈനാമിക്സ് എലോങ് ഷോർട്ടർ സ്പാൻ. അപ്പൊ അതുപോലെ തന്നെ ഈ എലോങ് ദ ലോങ്ങർ സ്പാനിൽ ഒരു റിയാക്ഷൻ നടക്കൂല, ഡിഫ്ലക്ഷൻ എഫക്ട് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, ഡിഫ്ലക്ഷന് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും വന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്റ്റാറ്റിക്സ്. ഓക്കെ, എലോങ് ഷോർട്ടർ സ്പാൻ, കൂട്ടത്തിൽ തന്നെ ഷോർട്ടർ സ്പാനെ നമുക്ക് പറഞ്ഞു പോവാം. നാളെ ഇനി അത് ചോദിക്കുമ്പോൾ നമുക്ക് അറിയാണ്ടിരിക്കണ്ടല്ലോ. ഡൈനാമിക്സ്. അതുപോലെ തന്നെ എലോങ് ലോങ്ങർ സ്പാൻ, ഇപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഓക്കെ, ലോങ്ങർ സ്പാൻ സ്റ്റാറ്റിക്സ്. എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഞാൻ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഒരു വൺ വേ സ്ലാബിന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിൽ രണ്ട് സൈഡിൽ മാത്രമാണ് നമുക്ക് സ്പാനിങ് ഉള്ളൂ അല്ലെ? സപ്പോർട്ട് രണ്ട് സൈഡിലെ നമുക്ക് സപ്പോർട്ട് ഉള്ളൂ. രണ്ട് സൈഡിൽ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഡിഫ്ലക്ഷൻ നടക്കുന്നത് എലോങ് ദ ഷോർട്ടർ സ്പാൻ ആണ്. അതായത് ഷോർട്ടർ സ്പാൻ മാത്രമാണ് പണിയെടുക്കണുള്ളൂ. ഓക്കെ, ലോങ്ങർ സ്പാനിൽ വലിയ പണിയൊന്നും നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലോങ്ങർ സ്പാന് സ്റ്റാറ്റിക്സും deflection and along the shorter span dynamics on. Okay, which of the following square slabs will behave as one way slab? Okay, which of the following square slabs will behave as one way slab? One way slabിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തന്നു, അതിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ഉണ്ട്. സോ ആൻസേഴ്സ് അറിയാന്നുള്ളവരൊന്ന് ടെക്സ്റ്റ് ഇടാം. ഫസ്റ്റ് വൺ, simply supported along two opposite edges, simply supported along 3 edges, simply supported along all 4 edges, none of the above. ഇപ്പൊ പറഞ്ഞു തന്നതാണ്, അതിനകത്ത് തന്നെ ആൻസർ ഉണ്ട്. സോ നിങ്ങൾ ടെക്സ്റ്റ് ഇടുക ആൻസേഴ്സ്. എന്തായിരിക്കും ആൻസർ? Which of the following square slabs will behave as one way slab? Simply supported along two opposite sides. ഓക്കെ, അതായത് നമ്മുടെ വൺ വേ സ്ലാബിന്റെ പ്രത്യേകത എന്താ? വൺ വേ സ്ലാബിന് അതിന്റെ സപ്പോർട്ട്സ് രണ്ട് ഓപ്പോസിറ്റ്സിൽ മാത്രമേ ഉള്ളൂ. സോ ഒബ്വിയസ്ലി വൺ വേ സ്ലാബ് സിംപ്ലി സപ്പോർട്ടഡ് അലോങ് ടു ഓപ്പോസിറ്റ് എഡ്ജസ് തന്നെയാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, in an under reinforced one way slab, an effective depth of 100 mm, the main steel is provided as 10 mm bars at 200 mm center to center. The moment of resistance of the slab for M20 grade concrete and Fe 415 steel will be. ഇതിന്റെ ആൻസർ ഒന്ന് അറിയാന്നുള്ളവരിട്ടെ. കുറച്ച് ടൈം എടുക്കും കേട്ടോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. വേണമെങ്കിൽ ഞാൻ ടൈം തരാം കാൽക്കുലേറ്റ് ചെയ്യാൻ കോൺഫിഡൻസ് ഉള്ളവർക്ക്. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ടൈം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി തന്നെ ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇട്ട് തരും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഉടനെ തന്നെ ഒരു അറ്റംപ്റ്റ് ചെയ്തതിനകത്ത് ടൈം കളയരുത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത ശേഷം തിരിച്ചു വന്നിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പൊതുവെ ഈ എക്സാംസിനാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയുള്ളൂ, പക്ഷെ ടൈം എടുക്കും, അത്രേ ഉള്ളൂ. സോ ദ ആൻസർ ഇസ് 13 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് ആൻസർ. കിലോ ന്യൂട്ടൺ മീറ്റർ പെർ മീറ്റർ ആണ്. ഞാൻ ഇത് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നതെന്ന്, ഐ മീൻ ഇതിന്റെ ആൻസർ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ ഈ ഡേറ്റാസ് നമുക്ക് ആദ്യം എഴുതാം. തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് 10 mm. 10 mm ആണ് എഫക്റ്റീവ് ഡെപ്ത്, അതായത് D is equal to 10 mm. ഓക്കെ, ഇനി സ്പേസിങ്, സെന്റർ ടു സെന്റർ സ്പേസിങ്
center to center spacing നമുക്ക് 200 mm തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കോൺക്രീറ്റ് M20 ആണ് തന്നിട്ടുണ്ട്. സ്റ്റീല് FE415 ആണ് തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇത് 20 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്നും ഇത് 415 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്നുമാണ്. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾക്ക് പെർ മീറ്ററിന് ഡിസൈൻ ചെയ്യാം. അതായത് B is equal to 1 meter or 1000 mm. ഓക്കെ, ഇതിന് ഡിസൈൻ ചെയ്യാം. സോ ആദ്യം തന്നെ നമുക്ക് ഏരിയ ഓഫ് ദ സ്റ്റീൽ അറിയില്ല. അപ്പൊ ഏരിയ ഓഫ് ദ സ്റ്റീൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഏരിയ ഓഫ് ദ സ്റ്റീൽ AST is equal to 1000, അതായത് പെർ മീറ്റർ ആണല്ലോ. ഞാൻ എല്ലാം MM-ലായതുകൊണ്ടാണ് കേട്ടോ 1000 വന്നത്. ഏരിയ നമുക്ക് ഡയമീറ്റർ ഓഫ് ബാർസ് വന്നിട്ട് 10 mm ഡയമീറ്റർ ഓഫ് ബാർസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ, divided by spacing. Okay, so 1000 into pi by 4 into 10 square divided by spacing വന്നിട്ട് 200 mm. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൻസർ എല്ലാം മീറ്ററിൽ കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ MM-ൽ തന്നെ ചെയ്യാം കേട്ടോ. സോ 393 mm സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, നൗ ഇനി നമുക്ക് ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് കണ്ടുപിടിക്കണം. ബിക്കോസ് നമ്മുടെ ഫോർമുല ഫോർ MU is equal to 0.87 FY into AST. ഇതാണ് കേട്ടോ മൊമെന്റ് കണ്ടുപിടിക്കുന്ന, മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല 0.87 FY into AST into D minus 0.42 into XU. ഇതാണ് നമ്മളുടെ ഫോർമുല. ഇതിൽ നമുക്ക് AST കിട്ടി. ഇനി ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് നമുക്ക് അറിയില്ല. അപ്പൊ ഡെപ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ഡെപ്ത് കണ്ടുപിടിക്കാനായിട്ട് XU is equal to നമുക്ക് ഡെപ്ത് യൂഷ്വലി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? കംപ്രഷൻ ഫോഴ്സും ടെൻഷൻ ഫോഴ്സും കൂടി ഇക്വേറ്റ് ചെയ്തിട്ടല്ലേ. അതായത് 0.36 FCK B into XU is equal to 0.87 FY into AST. Okay, so XU is equal to 0.87 FY into AST divided by 0.36 FCK into B. ഇതിലെല്ലാ സാധനങ്ങളും നമുക്കറിയാം. 0.87 into ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു ആദ്യമേ തന്നെ ചെയ്യാൻ നിൽക്കരുത്. പക്ഷെ AE ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ 393 പിന്നെ 0.36 FCK എത്രയാണ്? 10 അല്ലേ? M10 ആണല്ലോ. സോ ഇറ്റ് ഈസ് അല്ല M20 കോൺക്രീറ്റ് 20 into D എന്ന് പറയുന്നത് 1000. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ 19.6 mm എന്ന് കിട്ടും. ഓക്കെ, സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ. ദെൻ ഓക്കെ, സോ നെക്സ്റ്റ് നമ്മളുടെ MU കണ്ടുപിടിക്കണം. MU is equal to 0.87 FY into AST into D minus 0.42 into XU. ഇതിലെല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ കിട്ടി. ഇപ്പം 0.87 FY എന്ന് പറയുന്നത് 415 സ്റ്റീലാണ് അല്ലേ. 415 into AST നമുക്കറിയാം 393 ആണ്. Then D 100. Okay, 100 mm ആണ്. Then depth, okay, 0.42 into 19.6. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർ 13. നമുക്ക് MM-ലാണ് കേട്ടോ ആൻസർ കിട്ടുക. ന്യൂട്ടൺ MM-ൽ 103211204.7 ന്യൂട്ടൺ MM എന്ന് കിട്ടും. അത് കിലോ ന്യൂട്ടൺ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 13 കിലോ ന്യൂട്ടൺ മീറ്ററിന് ആൻസർ കിട്ടും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് ജസ്റ്റ് ആ സ്റ്റെപ്സ് ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ് ഈ ക്വസ്റ്റ്യൻ. ഇത് AE-ലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം ആ ലെവലിലെ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, നൗ in design of one-way slab, continuous slab as per IS 456/2000, the list of moment coefficients
that are close to exact values of maximum load Fx can be used if number of spans are less than 3, length of each span should not be differ by 15% of the longest, length of each spans should not differ by 15% of the smallest, പിന്നെ both A and B. ഓക്കെ, ഇതിൽ ഏതാണ് ആൻസർ എന്ന് ചോദിച്ചിരിക്കണേ. അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റിലിടുക. In design of one-way continuous slab, as per IS 456-2000, the list of moment coefficients that are close to exact values of the maximum load Fx can be used. Maximum load Fx can be used if number of spans are less than 3, length of each span should not be differ by 15% of the longest, length of each span should not differ by 15% of the smallest, both A and B. Okay, so the answer is length of each span should not differ by 15% of the longest. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് നോക്കാം. കാരണം ഇത് IS 456 ക്ലോസ് 22.5ന് ബേസ് ചെയ്തിട്ടാണ്. Based on that, the moment and shear force for a continuous beamനുള്ള moment and shear force can be calculated using moment coefficients and shear force coefficients. Moment coefficients നമ്മൾ കണ്ടല്ലോ. and moment of coefficients shear force coefficients യൂസ് ചെയ്തിട്ടാണ് കണ്ടിന്യൂസ് ബീമിന്റെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, so respectively when the following conditions are satisfied, ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ. അതിലൊരു കണ്ടീഷൻ നമ്മളിപ്പോൾ പഠിച്ചു, ബാക്കിയുള്ള കണ്ടീഷൻസ് നമുക്ക് നോക്കാം. അടുത്ത കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ the continuous span should be at least 3 in number, അറ്റ്ലീസ്റ്റ് 3 in numbers വേണം. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ കിട്ടും, the number of spans are less than 3 എന്ന്. it should be at least 3 in number. ഓക്കെ, ഇപ്പോൾ 3 ആയിരുന്നു എന്ന് വെച്ചാൽ ഈ ആൻസർ കറക്റ്റ് ആയേനെ. സോ ദ കണ്ടിന്യൂസ് സ്പാന് അറ്റ്ലീസ്റ്റ് 3 എണ്ണം വേണം. ഇനി സപ്പോർട്ട്സ് ഷുഡ് ബി ഫെയർലി റിജിഡ് ആൻഡ് ഷുഡ് നോട്ട് ദംസെൽവ്സ് ഡിഫ്ലക്ട്. സപ്പോർട്ട്സ് റിജിഡ് ആയിരിക്കണം, അത് മാത്രമല്ല ഡിഫ്ലക്ട് ചെയ്യരുത്. ഇനി ഓൾ സ്പാൻസ് ഷുഡ് ഹാവ് സെയിം ക്രോസ് സെക്ഷൻസ്. എല്ലാ സ്പാൻസിനും സെയിം ക്രോസ് സെക്ഷൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ നെക്സ്റ്റ്, the effective length of each span should be more or less the same at any rate. So first condition എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സപ്പോർട്ടിന് അറ്റ്ലീസ്റ്റ് 3 numbers വേണം. അല്ല, സ്പാൻസ് 3 numbers വേണം. സ്പാൻസ് 3 numbers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഒരു സ്പാൻ, ഇത് 3 2 3 ഉണ്ടോ, 1 2 3 3 സ്പാനുകൾ, 3 സ്പാൻ ഉണ്ടാവണം. സപ്പോർട്ട്സ് റിജിഡ് ആയിരിക്കും. റിജിഡ് ഉദ്ദേശിച്ചത് ചില കേസുകളിൽ നമുക്ക് വന്നിട്ട് റിജിഡ് സപ്പോർട്ട്സ് അല്ലാണ്ട് സിംപ്ലി അങ്ങനെ പിഞ്ചിഡ് സപ്പോർട്ട്, പിൻ സപ്പോർട്ട് പോലെയൊക്കെ ഉണ്ടാവും, പറ്റത്തില്ല. റിജിഡ് ആയിട്ടുള്ള സപ്പോർട്ട് തന്നെ വേണം. ഓക്കെ, അപ്പോൾ റിജിഡ് ആയിട്ടുള്ള സപ്പോർട്ട് ആയിരിക്കണം. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ സ്പാൻസ് ഷുഡ് ഹാവ് സെയിം ക്രോസ് സെക്ഷൻ. അതായത് ഇപ്പം ഒരു സ്പാന് 3 meter by 3 meter ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാ സ്പാനുകളും 3 meter by 3 meter ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതായിരിക്കണം നമ്മുടെ കണ്ടീഷൻ. അടുത്ത കണ്ടീഷൻ, the effective length of each span should be more or less the same. ഇതിന്റെ എഫക്റ്റീവ് ലെങ്ത്തുകൾ കണ്ട, സെന്റർ ടു സപ്പോർട്ട് തമ്മിലുള്ള ലെങ്ത്, ഇതാണ് എഫക്റ്റീവ് ലെങ്ത്. എല്ലായിടത്തും ഒരേ ലെങ്ത് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 3 meter ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും 3 meter ആയിരിക്കണം. Then at any rate it should not differ by more than 50% of the largest effective span. ഓക്കെ, ഇനി എങ്ങാനും അത് എഫക്റ്റീവ് സ്പാൻ വന്നിട്ട് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഷുഡ് നോട്ട് ഡിഫർ, അതായത് ലാർജസ്റ്റ് വൺ, ഇപ്പൊ ഇതാണ് ലാർജസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ 50% കൂടാൻ പാടില്ല. ഓക്കെ, ഷുഡ് നോട്ട് ബി മോർ ദാൻ 50% ഓഫ് ദി ലാർജസ്റ്റ് എഫക്റ്റീവ് സ്പാൻ. സോ ഇതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കണ്ടീഷൻസ് മനസ്സിലായല്ലോ. എന്ത് കണ്ടീഷനാണ്? മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഫോർ കണ്ടിന്യൂസ് ബീം കണ്ടുപിടിക്കാനായിട്ട് മൊമെന്റ് കോയിഫിഷ്യൻസും ഷിയർ കോയിഫിഷ്യൻസും യൂസ് ചെയ്യാറുണ്ട്. അത് യൂസ് ചെയ്യാനുള്ള കുറച്ച് കണ്ടീഷൻസ് ആണ് ഈ പറയുന്നത്. ഓക്കെ, ഇപ്പൊ നോ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൊമെന്റ്സ് ആർ പെർമിറ്റഡ്, റീഡിസ്ട്രിബ്യൂഷൻ ഇല്ല. ദെൻ the loadings on all the spans should be substantially uniformly distributed. ഓക്കെ, ഇത്രയും കണ്ടീഷൻസ് വേണമെന്നില്ല, ഈ 3 കണ്ടീഷൻസ് ഓർത്തിരിക്കണം. ഒന്ന് 3 ആയിരിക്കണം, ഇനി ഒന്ന് സെയിം ക്രോസ് സെക്ഷൻ ആയിരിക്കണം,
പിന്നെ ഒരേ എഫക്റ്റീവ് സ്പാൻ ആയിരിക്കണം. ഇനി എങ്ങാനും ഒരേ എഫക്റ്റീവ് സ്പാൻ അല്ലെങ്കിൽ ലാർജസ്റ്റ് എഫക്റ്റീവ് സ്പാനിന്റെ 15% കൂടാൻ പാടില്ല. ഓക്കെ, സോ നെക്സ്റ്റ്, the one-way simply supported slab for a roof of plan dimension 9 meter by 4 meter carries the ultimate working load of 9 kilonewton per meter. The design moment for the slab should be. The design moment for the slab should be. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഭയങ്കര പ്രശ്നമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന്. വലിയ സംഭവം ഒന്നും അല്ല കേട്ടോ ഈ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. ആൻസർ അറിയാമെന്നുള്ളവരൊന്ന് കമന്റിൽ ഇടുക. 12 കിലോ ന്യൂട്ടൺ മീറ്റർ, 18 കിലോ ന്യൂട്ടൺ മീറ്റർ, 9 കിലോ ന്യൂട്ടൺ മീറ്റർ, 27 കിലോ ന്യൂട്ടൺ മീറ്റർ. ആൻസർ അറിയാമെന്നുള്ളവരൊന്ന് കമന്റിൽ ഇട്ടേ. The one-way simply supported slab for a room of plan dimension 9 meter by 4 meter carries the ultimate working load of 9 kilonewton per meter. The design moment for the slab should be. One-way slab ആണ്. Okay. അപ്പോൾ the design moment should be. ആൻസർ അറിയാമെന്നുള്ളവരൊന്ന് ഇട്ടോളൂ. Okay, the answer is 18 kilonewton meter. ഇതെങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞു തരാം. സി, നമ്മളുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു വൺ വേ സ്ലാബ് ആണ്. ഇതിൻ്റെ റൂം ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇത് 9 മീറ്ററും ഇത് 4 മീറ്ററും ആണ്. അപ്പോൾ ഈ 4 മീറ്റർ ആണ് കേട്ടോ നമ്മുടെ ഷോർട്ട് സ്പാൻ. ഓക്കെ, ഇതാണ് ഷോർട്ടർ സ്പാൻ. ഈ വൺ വേ സ്ലാബിന്റെ പ്രത്യേകത എന്താ? ഷോർട്ടർ സ്പാനിലാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. സോ ഷോർട്ടർ സ്പാനിലാണ് ലോഡിങ് നടക്കുന്നത് അല്ലേ? അപ്പം ഇവിടെയാണ് ലോഡ് നടക്കുന്നുള്ളൂ. ഓക്കെ, സോ ദ അൾട്ടിമേറ്റ് വർക്കിംഗ് ലോഡ് എത്രയാണ് പറഞ്ഞിരിക്കുന്നതിനകത്തില് 9 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട് ഇസ് ടു ഫൈൻഡ് ദ മാക്സിമം മൊമെന്റ് ഫോർ യു ഡി എല്ലിന്റെ മൊമെന്റ് എന്താണ് നമുക്കറിയാന്നുള്ളതല്ലേ? mx ഞാൻ ഇടുവാണ്, കാരണം ഇതിനെ ഞാൻ y എന്നും ഇതിനെ x എന്നും എടുക്കുവാണ്, അതുകൊണ്ടാണ് കേട്ടോ. സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇടുന്നതാണ്. സോ ഇറ്റ് ഇസ് WL²/8 അല്ലെങ്കിൽ LX²/8. ഓക്കെ, സോ W എത്രയാണ്? 9 തന്നിട്ടുണ്ട്. ഇനി ഷോർട്ടർ സ്പാൻ്റെ വിഡ്ത്ത് 4 ആണ്. 4²/8. നമുക്ക് ആൻസർ വന്നിട്ട് 18 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. കണ്ടോ എത്ര വേഗം ആൻസർ കിട്ടിയെന്ന്? നമ്മൾ ലോജിക് ഒന്ന് ആൻസർ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടാവുന്നതേ ഉള്ളൂ. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണത്. ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു PYQ ആണ് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷിയർ ആൻഡ് ബോണ്ട് സ്ട്രെസ്. ബോണ്ടാണിത്, ബോണ്ട് സ്ട്രെസ്സസ്. Shear and bond stresses of simply supported slab is usually 0, very low, moderate, high. The shear and bond stresses of simply supported slabs in the shear and bond stresses is usually 0, very low, moderate, high. Answer അറിയാന്നുള്ളവരൊന്ന് ഇട്ടോളൂ. Okay. The answer is very low. ഈ വെരി ലോ എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ ഈ ഒരു സ്ലാബിന്റെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോർമൽ ബീമിന് എടുക്കുന്ന അതേ ഫോർമുല തന്നെ കൺസിഡർ ചെയ്താൽ മതി. അതായത് ടോ വി ഇസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു VU, that is the shear force VU divided by B into D. Okay, so tau V is equal to VU by BD. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇതിനകത്തില് the shear stress of the ഈ B എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും അല്ലെ? ബീമിൽ വന്നിട്ട് B വന്നിട്ട് കൂടുതലാണെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇതിനകത്തില് Bയും Dയും കൂടുതലായിരിക്കില്ലേ അല്ലെ? അപ്പൊ ഇതിനകത്തൊരു സ്ലാബ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്
9 മീറ്റർ ബൈ 4 മീറ്റർ നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതുപോലെയൊക്കെ തന്നെ വലിയ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ബി വാല്യൂ ഭയങ്കര ലാർജ് ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ഷിയർ റീഇൻഫോഴ്സ്മെന്റ്സ് കൊടുക്കാറില്ല. ഓക്കെ, നോ നീഡ് ഫോർ നോ ഷിയർ റീഇൻഫോഴ്സ്മെന്റ്, സ്പെസിഫിക് ആയിട്ട് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാറില്ല. ഇനി നോ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് കൊണ്ട് പക്ഷേ നമ്മൾ എക്സെപ്റ്റ് നമ്മൾ ബെൻഡ് അപ്പ് ബാർസ് ഒക്കെ കൊടുക്കും. ബെൻഡ് അപ്പ് ബാറും പിന്നെ അതുപോലെ തന്നെ ബെൻഡ് അപ്പ് ബാർസും ഓൾട്ടർനേറ്റ് ബാർസ് ഒക്കെ കൊടുക്കുന്നില്ലേ, ബെൻഡ് അപ്പ് ബാർസ് പിന്നെ ഓൾട്ടർനേറ്റ് ബാർസ് ഒക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, പക്ഷേ കറക്റ്റ് ആയിട്ട് നമ്മളുടെ ബീംസിലൊക്കെ നമ്മൾ സ്റ്റിറപ്സ് കൊടുക്കുന്നില്ലേ ഷിയർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അതുപോലെ സ്റ്റിറപ്സ് ഒന്നും ഒരിക്കലും സ്ലാബിന് കൊടുക്കുന്നില്ലല്ലോ. സ്ലാബ് ഒരിക്കലും വൈൻഡ് ചെയ്തല്ലോ എടുത്തിട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എടുക്കാറുള്ളത് ക്രാങ്ക് ചെയ്തിട്ടല്ലേ കൊണ്ടുപോകുന്നത്. നമ്മൾ ക്രാങ്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇടുന്നു. ഓക്കെ, ഇങ്ങനെ കൊണ്ടുപോകാറില്ല. അപ്പോൾ ഈ ക്രാങ്കിങ്ങിനാണ് ബെൻഡപ്പ് ബാർസ്. ഓക്കെ, ഇങ്ങനെ ക്രാങ്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബെൻഡപ്പ് ബാർസ് ആണ് കൊടുക്കാറുള്ളത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓൾട്ടർനേറ്റ് ബാർസ് കൊടുക്കും. അതായത് ഒന്നില്ലെങ്കിൽ ക്രാങ്കിങ് രണ്ട് സൈഡിലും ചെയ്യുക, അല്ലെങ്കിൽ ഈ ക്രാങ്കിങ്ങിന് പകരം ഒരു എക്സ്ട്രാ ബാർ അങ്ങോട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് നോ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ആണ്. അപ്പം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാറില്ല. അപ്പൊ അതുകൊണ്ട് സീറോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെൻഡപ്പ് ബാർസും ഓൾട്ടർനേറ്റ് ബാർസും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ലോ ആണ്. ഇനി ബോണ്ട് സ്ട്രെസ്സിന്റെ കാര്യത്തിൽ വരുമ്പോൾ, ഇൻ കേസ് ഓഫ് ബോണ്ട് സ്ട്രെസ് അല്ലെങ്കിൽ അതിനെ ടോ ബി ഡി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇൻ കേസ് ഓഫ് എ ബോണ്ട് സ്ട്രെസ്സിന് ഇറ്റ് ഈസ് എ ഷിയർ സ്ട്രെസ് ഡെവലപ്ഡ് അലോങ് ദ കോൺടാക്ട് സർഫസ്. അപ്പോൾ ബോണ്ട് സ്ട്രെസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഐ എം ജസ്റ്റ് ഗോയിങ് ടു റബ് ദിസ് സൈഡ് ആൻഡ് ഐ വിൽ ഗിവ് ദ നോട്ട് ഫോർ ഇറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബോണ്ട് സ്ട്രെസ് അല്ലെങ്കിൽ ടോ ബി ഡി. ഓക്കെ, നമ്മൾ 2-3 ഷിയർ ഫോഴ്സിന് 2-3 വാല്യൂസ് എടുക്കാറില്ലേ, അതിലൊന്നാണിത്. ഓക്കെ, ഷിയർ സ്ട്രെസ്, ബോണ്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ഡെവലപ്ഡ് along the contact surface between the reinforcing steel and surrounding കോൺക്രീറ്റ്. കോൺക്രീറ്റും സ്റ്റീലും തമ്മിലുണ്ടാകുന്ന ഒരു കോണ്ടാക്ട് സർഫസിന് കോണ്ടാക്ട് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സ്ട്രെസ് ആണ്, ഷിയർ സ്ട്രെസ് ആണ് ബോണ്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റീൽ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ടല്ലോ കോൺക്രീറ്റിൽ, അത് ചെയ്യുന്ന സമയത്ത് അതിൽ തമ്മിലൊരു ഷിയർ ഉണ്ടാവും, ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ബോണ്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ബോണ്ട് സ്ട്രെസ് എന്തൊക്കെയാ ചെയ്യുന്നത്, ഇറ്റ് ആക്ച്വലി പ്രിവെന്റ്സ് ദ സ്ലിപ്പിംഗ് ഓഫ് ദി കോൺക്രീറ്റും സ്റ്റീലും തമ്മിൽ വേർതിരിച്ച് പോവാണ്ട് അവർ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് നിർത്തുന്നത് ഈ ബോണ്ട് സ്ട്രെസ് ആണ്. ഓക്കെ, സോ ഇറ്റ് പ്രിവെന്റ്സ്, ഇത് ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ കോൺക്രീറ്റ് ടെക്നോളജിയിലൊക്കെ കാണാറുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് സംസാരിച്ച സ്ഥിതിക്ക് പറയുമോ കേട്ടോ. ഇറ്റ് പ്രിവെന്റ്സ് ബാർസ് ഫ്രം സ്ലിപ്പിംഗ് out of concrete. Okay, slipping out of concrete. ഇനി ഈ ബോണ്ട് സ്ട്രെസ് അപ്പം നമ്മൾ പറഞ്ഞു കോൺക്രീറ്റിനെ സ്റ്റീലിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ടും ബോണ്ട് സ്ട്രെസ് എന്ന് പറയുന്നത് അപ്പൊ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ grade of concrete depends on grade of concrete and steel. എന്ത് ടൈപ്പ് ഓഫ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നു ആൻഡ് സ്റ്റീൽ. നമുക്ക് നമ്മുടെ ഷിയർ സ്ട്രെസ്സിന്റെ ക്വസ്റ്റ്യനിലെ എന്താണ് ഷിയർ ആൻഡ് ബോണ്ട് സ്ട്രെസ്സസ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബസ്. ഇവരായിട്ട് നമുക്ക് വലിയ ബന്ധമൊന്നും ഇല്ല. ഓക്കെ, ബോണ്ട് സ്ട്രെസ് അപ്പം ആ ഭാഗത്തേക്ക് വരുന്നേ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ
ഈ ബോണ്ട് സ്ട്രെസ് ഉള്ളത് കൊണ്ടും ഒന്ന് രണ്ടാമത്തെ കേസ് നോർമൽ ആയിട്ടുള്ള ഷിയർ സ്ട്രെസ്സിന്റെ ഇതിൽ നോ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ബീമിനൊക്കെ കൊടുക്കുന്ന പോലെ സ്റ്റിറപ്സ് ഒന്നും കൊടുക്കില്ല ഒരിക്കലും സ്ലാബിൽ നമ്മൾ ഷിയർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് ആകെ ബെൻഡപ്പ് ബാർസും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ബാർസും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷിയർ ആൻഡ് ബോണ്ട് സ്ട്രെസ്സസ് വന്നിട്ട് ലോ ആയിരിക്കും ഇൻ കേസ് ഓഫ് എ സ്ലാബ്. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എഴുതിയെന്നേ ഉള്ളൂ. നാളെ നിങ്ങൾക്ക് യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. സോ നെക്സ്റ്റ്, the positive bending moment coefficient at the middle of end span of a continuous one-way slab is. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. The positive bending moment coefficient at the middle of the end span of a continuous one-way slab. ഒരു കണ്ടിന്യൂസ് വൺ വേ സ്ലാബിലെ എന്താണ് കണ്ടിന്യൂസ് വൺ വേ സ്ലാബിൽ പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് കോഎഫിഷ്യൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വൺ വേ സ്ലാബിൽ ബെൻഡിങ് മൊമെന്റ് കോഎഫിഷ്യൻസും അതുപോലെ തന്നെ ഷിയർ കോഎഫിഷ്യൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മൊമെന്റ് കോഎഫിഷ്യന്റ് അപ്ലൈ ചെയ്യുന്നതിന്റെ കണ്ടീഷൻസ് നമ്മൾ നേരത്തെ വായിച്ചല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അറിയാന്നുള്ളവരൊന്ന് കമന്റിലിട്ടോളൂ. WL, ഇതിൽ WD എന്ന് പറയുന്നത് ലൈവ് ലോഡും ഡെഡ് ലോഡും ആണ്. WL എന്ന് പറയുന്നത് ലൈവ് ലോഡ്, WD എന്ന് പറയുന്നത് ഡെഡ് ലോഡ്. WL/10 plus WD/12 into L square. L എന്ന് പറയുന്നത് സ്പാൻ ആണ്. WL/9 plus WD/10 into L square. WL/12 plus WD/16 into L square. WL/9 plus WD/12 into L square. Okay, the answer is WL/10 plus WD/12 into L square. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ ക്രൈറ്റീരിയ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് ഞാൻ തരാം. അതായത് ആസ് പെർ ടേബിൾ 12 ഓഫ് IS 456, IS 456 2000 ടേബിൾ 12 പ്രകാരം ദ ബെൻഡിങ് മൊമെന്റ് കോഎഫിഷ്യൻസ് യൂസ് ചെയ്യണം. അതിനകത്തിൽ ദ മിഡിൽ എൻഡ് ഓഫ് ദ സ്പാൻ, ഇതെല്ലാം ലോഡാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ഒക്കെ കണ്ടുപിടിക്കാറില്ലേ, അതേ ഒരു കേസിൽ തന്നെ ഇപ്പോൾ വരുന്നതാണ് കേട്ടോ ഇത്. സോ മിഡിൽ ഓഫ് എൻഡ് സ്പാനിൽ നമ്മൾ 1/12 ആണ്. 1/12 ഓഫ് ദി ഡെഡ് ലോഡും അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഫോർ ദി ലൈവ് ലോഡ് വന്നിട്ട് 1/10. അപ്പം ഈ രണ്ട് കണ്ടീഷൻസ്, ഓക്കെ, ഇത് രണ്ടും ഫോർ എൻഡ് സ്പാൻ ആണ്. ആൻഡ് ഈ രണ്ടെണ്ണം ഫോർ മിഡിൽ സ്പാനും. ഇത് പഠിക്കാനായിട്ടുള്ളൊരു ഷോർട്ട് കട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചു വെക്കാന്ന്. ഓക്കെ, സോ ഫോർ എൻഡ് സ്പാൻ ഒരെണ്ണം പഠിക്കാം. ഓക്കെ, അതിന് വെച്ചിട്ട് അടുത്തത് പറഞ്ഞു തരാം. എൻഡ് സ്പാനിൽ ലൈവ് ലോഡ് എന്ന് പറയുന്നത് ദ ബെൻഡിങ് മൊമെന്റ് കോഎഫിഷ്യന്റ് ഓഫ് ദി ഡെഡ് ലോഡ് എന്ന് പറയുന്നത് WD/12. ഓക്കെ, അല്ലെങ്കിൽ ഡെഡ് ലോഡ് 1/12, ലൈവ് ലോഡിൻ്റെത് 1/10. ഓക്കെ, ഇനി ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മൈനസ് ഇങ്ങോട്ടേക്ക്, അതായത് ഡെഡ് ലോഡിന്റെ അവിടെ ലൈവ് ലോഡിന്റെ മൈനസ് ഡെഡ് ലോഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ, -1/10. ഇത് -1/9 തന്നെ പഠിച്ചോ. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ഇൻറ്റു L സ്ക്വയർ ആണ് എല്ലാത്തിലും എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് നോക്കി പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് അത് ഇവിടെ രണ്ടും കൂടി ആഡ് ചെയ്താൽ ഇവിടെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ മൈനസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടിയില്ലേ, ഇവിടെ WL/9 plus WD/10 into L square. സംഭവം മനസ്സിലായല്ലോ. 1/12 ഇവിടെ 1/10. ഈ ടേബിൾ പഠിക്കാനുള്ള വഴിയാ പറഞ്ഞു തന്നെ. മിഡിൽ സ്പാൻ്റെ വന്നിട്ട് 1/12 1/10. ഈ 1/10 ഇന്റീരിയർ സപ്പോർട്ടിലേക്ക് പോകുമ്പോൾ ഉള്ളിലോട്ട് എടുത്തു. ഓക്കെ, നൗ 1/9. ഓക്കെ, നെക്സ്റ്റ് ഫോർ ദ ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് ഇന്റർമീഡിയറ്റ് തന്നെ എഴുതാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ മൊത്തം കൺഫ്യൂഷൻ ആവും എന്താ. ഫോർ ദി എൻഡ് സ്പാൻ ഫോർ ഇന്റർമീഡിയറ്റ് സ്പാൻ എഴുതാം. ഓക്കെ, ഇന്റർമീഡിയറ്റ് സ്പാൻ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് സ്പാൻ. സോ മിഡിൽ ഓഫ് ദി ഇന്റർമീഡിയറ്റ് സ്പാന് 1/16, ഇവിടെ വന്നിട്ട് 1/12. ഓക്കെ, സോ ഇതിനെ റിലേറ്റ് ചെയ്ത് വന്നു ഇവിടെ 1/12. ഈ 1/12ന്റെ മൈനസ് ഇങ്ങോട്ടേക്ക് എടുത്തു. ഇവിടെ -1/9, ഈ 1/9 ഇവർ ഒരേപോലെ തന്നെയാണ് പോകുന്നത്.
ഓക്കെ, സോ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഓക്കെ, സോ ഈ ടേബിളിന്റെ ഈ പോർഷൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോർഷൻ കിട്ടും. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റ് കോഎഫിഷ്യന്റ് ഇക്വേഷൻ ക്ലിക്ക് ആയല്ലോ. ഓക്കെ, സോ ഇതിന്റെ 1/12 ഇതിന്റെ മൈനസ് ഇങ്ങോട്ട് ഇട്ടു. ഇനി ആകെ വ്യത്യാസം വന്നത് 1/12 1/10. ഇന്റർമീഡിയറ്റിൽ 1/16 ഇവിടെ 1/12. അതുപോലെ തന്നെ അതിന്റെ മൈനസ് ഇങ്ങോട്ടേക്ക് ഇട്ടു, അതായത് ഇന്റീരിയർ സപ്പോർട്ടിലേക്ക് 1 - 1/12 ഇതേ 1/9 തന്നെയാണ് ഇവിടെ. ഓക്കെ, സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. How much portion of steel that should extend beyond the faces of the support at discontinuous edges of two slab due to negative moments at discontinuous edges where L is the effective span of the slab? How much portion of the steel that should be extended beyond the faces of the support at discontinuous edges beyond the faces of this മറ്റേ സ്ലാബിന്റെ ഫേസിന്റെ അവിടെ നിന്ന് എത്ര എക്സ്റ്റെൻഡ് ചെയ്യണം ദ സ്റ്റീൽ. ഓക്കെ, ബിയോണ്ട് ദ ഫേസസ് ഓഫ് ദ സപ്പോർട്ടിന്റെ ഫേസിൽ നിന്ന് എത്ര എക്സ്റ്റെൻഡ് ചെയ്യണം at the discontinuous edges എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് നോക്കണം കേട്ടോ, കാരണം കണ്ടിന്യൂസിന്റെ കേസ് വേറെയാണ്. Discontinuous edges of the two slab due to two-way slab എന്നാണ് കേട്ടോ, two-way slab due to negative moments ഉണ്ടാവുന്നത് restraint കേസിലാണ്. At discontinuous edges where L is the effective span of the slab. ഇതിന്റെ ആൻസർ അറിയാന്നുള്ളവർ ഇടുക. 0.1L, 0.15L, 0.25L and 0.3L. ഇത് L ആണ്, ഇത് L എന്നാണ് കേട്ടോ. I think you can read it as L. 0.1L, 0.15L, 0.25L and 0.3L. അറിയാന്നുള്ളവർ നിട്ടോളൂ. ഓക്കെ, ആൻസർ വന്നിട്ട് 0.1L. ഇതെങ്ങനെ 0.1L എന്ന് വന്നെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ള ഡയഗ്രാം തന്നെയാണിത്. സോ ഇതിനകത്തിൽ ഫ്രം ദ ഡിസ്കണ്ടിന്യൂസ് എഡ്ജ്, ഇത് ഡിസ്കണ്ടിന്യൂസ് എഡ്ജ് ആണ്. ഈ ഡിസ്കണ്ടിന്യൂസ് എഡ്ജിൽ നിന്ന് എത്ര എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ആ ബാർ വെക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇത് കണ്ടോ, ഈ ബാർ പോയിരിക്കുന്നത് 0.1L ഓക്കെ, 0.1L ഡിസ്കണ്ടിന്യൂസ് എഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് 0.1L. സംഭവം ക്ലിക്ക് ആയല്ലോ. ഓക്കെ, half of the main steel in a simply supported slab is bent up near the support at a distance x from the center of the slab bearing where x is equal to dash. Where x is equal to dash. L span ആണ് ഇതിനകത്ത്. Half of the main steel in a simply supported slab is bent up near the support at a distance of x from the center of the slab bearing where x is equal to half of this main steel എന്നാണ്. half of the main steel എവിടെയാണ് ഉണ്ടാവുന്നത്? നമ്മുടെ ടോർഷന്റെ കേസിൽ ടോർഷൻ ഉണ്ടാവുന്നത് നമ്മൾ റിസ്ട്രെയിൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ കോർണേഴ്സിൽ ടോർഷൻ ഉണ്ടാവുന്നു. അത് ലിഫ്റ്റിംഗ്, ടോർഷൻ കാരണം ലിഫ്റ്റിംഗ് ഉണ്ടാവുന്നു. ലിഫ്റ്റിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ടോർഷന് നമ്മൾ ഡിസൈൻ ചെയ്യും. ഓക്കെ, ഇൻ ദി കോർണേഴ്സ്. സോ ഈ കോർണേഴ്സിലൊക്കെ ആയിരിക്കും നമുക്ക് സ്റ്റീല് ഹാഫ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റീല് നിയർലി ഹാഫ് കൊടുക്കണം. അതായത് നടുക്ക് നമ്മൾ ഫുള്ള് AST കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം AST ആണ് മിഡിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് നമ്മൾ എൻഡിൽ കൊടുത്തിരിക്കണം. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ആൻസർ അറിയാന്നുള്ളവർ ഇടുക, അല്ലെങ്കിൽ ആൻസർ പറയാം. സോ ദ ആൻസർ ഇസ് L/7. ഈ ആൻസർ എങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് കണ്ടോ, ഇൻ ദ മിഡിൽ ഓഫ് ദ സ്പാൻ കണ്ടോ, ഈ മിഡിൽ ഓഫ് ദ സ്പാനിലും എൻസിലും അതെ. ഓക്കെ, നമ്മൾ കൊടുക്കുന്നത് ഇറ്റ് ഈസ് 0.5 AST കണ്ടോ, 0.5 AST കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിപ്പോൾ ഇത് AST ആണെന്നുണ്ടെങ്കിൽ, അതായത് ഏരിയ ഓഫ് ദ സ്റ്റീൽ AST എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് 0.5 ടൈംസ് ഓഫ് ദി AST എങ്കിലും നമ്മൾ അതിൻ്റെ കോർണേഴ്സിൽ കൊടുക്കണം ടു അവോയ്ഡ് ദ ലിഫ്റ്റിംഗ്. ഓക്കെ, സോ 0.5 AST കൊടുത്തിട്ടുണ്ട്. ആ 0.5 AST എന്ന് പറയുന്നത്
അവിടെ കിട്ടി. അപ്പോൾ അവിടെയാണ് സ്ഥലം എന്ന് മനസ്സിലായി. ഇനി ചോദിച്ചിരിക്കുന്നത് ഇറ്റ് ബിയോണ്ട് ദ then bend up bars near the supports distance എത്രയാണ് bend up ബാർസിന്റെ ഡിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ. bend up bars എത്രയാണ് ഡിസ്റ്റൻസ് എന്നുള്ളത്. കണ്ടോ, ഈ bend up bar എന്ന് പറയുന്നത് ഇതാണ്, ബെൻഡ് ചെയ്തിരിക്കുന്ന ബാർ ഇതാണ്. സോ ഇറ്റ് ഇസ് 0.15L. ഈ 0.15L ഓർ L/7. ഓക്കെ, ഓർ L/7. നമ്മൾ റേഷ്യോയിൽ എടുത്തു കഴിഞ്ഞാൽ L/7 ആണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിയല്ലോ L/7. അപ്പോൾ ഡയഗ്രം ഒന്ന് നോക്കി വെക്കണം, ബിക്കോസ് ആ ഡയഗ്രത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നുണ്ട്. ഇനി when shear stress exceeds the permissible limit in slab, then it is reduced by shear stress exceeds the permissible limit in slab. shear stress permissible ലിമിറ്റിന്റെ മേലെ പോയി കഴിഞ്ഞാൽ then it is reduced by increasing the depth, providing shear reinforcement, using shear strength steel, using thinner bars but more in numbers. ആൻസർ അറിയാന്നുള്ളവരൊന്ന് ഇട്ടേ കമന്റില്. ആൻസർ അറിയാന്നുള്ളവർ ഇട്ടോളൂ. Okay, the answer is increasing the depth. So നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മളുടെ ടോ ബി ഡി, വാട്ട് ഇസ് ദി ഷിയർ ഫോഴ്സ്? ഇറ്റ് ഇസ് VU ഡിവൈഡഡ് ബൈ B ഇൻറ്റു D അല്ലേ? ഇതിൽ ബി എന്ന് പറയുന്ന ഒരു ലാർജർ വാല്യൂ ഞാൻ പറഞ്ഞല്ലോ. ബി ഓൾറെഡി നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നില്ല, കാരണം ബി ഓൾറെഡി നമ്മൾ സ്പാൻ വന്നിട്ട് ഒരു റൂമിനെ ബേസ് ചെയ്തിട്ടല്ലേ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പാൻ ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ ഡെപ്ത് ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? സോ നമ്മൾ ഡെപ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ് നമുക്ക് പെർമിസിബിൾ ലിമിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, if size of panel in a flat slab is 6 meter by 6 meter, then as per IS 456-2000, the width of the column strip and middle strip are. Column strip ന്റെയും middle strip ന്റെയും width എന്താണെന്നാണ് question. അറിയാന്നുള്ളവരൊന്ന് കമന്റിലിട്ടേ. If the panel in a flat slab is 6 meter by 6 meter, then as per IS 456-2000, the width of column strip and the middle strip are. Width of the column strip and the middle strip. The answer is 3 meter by 3 meter. ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഫ്ലാറ്റ് സ്ലാബിന്റെ കേസിൽ, ഇൻ കേസ് ഓഫ് ഫ്ലാറ്റ് സ്ലാബ്, ഓക്കെ, ഫ്ലാറ്റ് സ്ലാബിന്റെ കേസിൽ നമ്മൾ ഒരു പാനൽ എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മൾ ഒരു വീടിന്റെ സ്ലാബ് വാർക്കുമ്പോൾ ഒരിക്കലും ഇപ്പോൾ ഒരു 6 മീറ്റർ ബൈ 6 മീറ്റർ ആണ് സ്ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് 6 മീറ്റർ അല്ല ഓക്കെ എടുക്കുന്നത്. ഓക്കെ, അതിന്റെ 3 മീറ്റർ ബൈ 3 മീറ്ററിൽ നമുക്ക് സപ്പോർട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ സപ്പോർട്ട്സ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ആ ഒരു പോർഷനെയാണ് പാനൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിലിപ്പം 6 മീറ്റർ ബൈ 6 മീറ്ററിന്റെ ഒരു പാനലാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ 6 മീറ്ററിന്റെ പാനൽ, 6 മീറ്ററിന്റെ പാനൽ ഇറ്റ് ഇസ് ഡിവൈഡഡ് ബൈ എഡ്ജ് സ്ട്രിപ്പ് ഉണ്ട്, മിഡിൽ സ്ട്രിപ്പ് ഉണ്ട്, എഡ്ജ് സ്ട്രിപ്പ് ഉണ്ട്. ഓക്കെ, ഈ മിഡിൽ സ്ട്രിപ്പ് എന്ന് പറഞ്ഞ വാല്യൂ LY ബൈ, അതായത് along the x direction, for the spanning for x direction it is LY by 2, and here it is LY by 4, and here also it is LY by 4. പിന്നെ അത് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കോളം സ്ട്രിപ്പിന്റെയും മിഡിൽ സ്ട്രിപ്പിന്റെയും ആണ്. നമുക്ക് മിഡിൽ സ്ട്രിപ്പിന്റെ നമുക്ക് ഈ ഡയഗ്രത്തിൽ തന്നെ ഉണ്ട്. സോ മിഡിൽ സ്ട്രിപ്പിന്റെ വാല്യൂ ഇതിന്റെ വാല്യൂ വന്നിട്ട് 6 മീറ്റർ. ഓക്കെ, 6 മീറ്റർ ആണ് നമ്മളുടെ ഡയമെൻഷൻ, 6 മീറ്റർ ബൈ 6 മീറ്റർ അല്ലേ? സോ ആദ്യത്തേത് കിട്ടി 6/2, അതായത് 3 മീറ്റർ എന്ന് കിട്ടി. ഇനി അടുത്തത് കോളം സ്ട്രിപ്പ് ആണ്. കോളം സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പോർഷൻ വേർ കോളംസ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഇവിടെ ഞാനൊരു കോളം പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും എൻ്റെ കോളം സ്ട്രിപ്പ്. അപ്പോൾ കോളം സ്ട്രിപ്പ് എന്ന് പറയുന്നത് LY/4 അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതാണ്. ഓക്കെ, സോ അതാണ് കോളം സ്ട്രിപ്പ് എന്ന് ഉദ്ദേശിച്ചത്. സോ അത് LY/4 അല്ലെങ്കിൽ L/4 എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഇനി Y എന്ന് ഇട്ടിട്ട് കൺഫ്യൂഷൻ അടിക്കണ്ട. ഓക്കെ, സോ L/4 ആണ്. സോ L/4 പ്ലസ് L/4 അല്ലെങ്കിൽ 6/4 പ്ലസ് 6/4
4 nu vannu. Okay, so you will be getting the answer as again 3 meter. Okay, so അങ്ങനെയാണ് 3 meter കിട്ടിയത്. For a slab supported on its 4 edges with corners held down and loaded uniformly, the Marcus correction factor to the moments obtained by Grashoff's Rankine theory. ഇതൊക്കെ അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെങ്കിൽ ലെവൽ എക്സാമുകൾക്ക് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആട്ടോ. ആക്ച്വലി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനത്തത് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഫോർ എ സ്ലാബ് സപ്പോർട്ടഡ് ഇറ്റ്സ് 4 എഡ്ജസ്, 4 എഡ്ജസ് സപ്പോർട്ട് ആണെങ്കിൽ 2-way സ്ലാബ് വിത്ത് കോർണേഴ്സ് ഹെൽഡ് ഡൗൺ ആൻഡ് യൂണിഫോംലി ലോഡഡ്. നമ്മൾ ഇൻ കേസ് ഓഫ് എ റിസ്ട്രെയിൻഡ് ഇത് നമ്മൾ കറക്ഷൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ഗ്രാൻകൈൻ തിയറി യൂസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. Okay, so Marcus correction factor to the moments obtained by Grashoff's Rankine theory is always less than 1, is always greater than 1, can be more than 1, can be less than 1. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? The answer is, it is always less than 1. Okay, the മാർക്കസിന്റെ ഗ്രാഷോഫ്സ് മാർക്കസിന്റെ ആ ഫോർമുല മാത്രം വേണമെങ്കിൽ വെറുതെ ഒന്ന് നോക്കി വെച്ചോ. അതായത് ഈ ഫോർമുല വന്നിട്ട് യൂഷ്വലി അങ്ങനെ ക്വസ്റ്റ്യനിൽ ചോദിച്ചു കണ്ടിട്ടില്ല. ബട്ട് ഇനി എങ്ങാനും ചോദിച്ചാൽ നമുക്ക് അറിയാതെ പോകരുത്. ഓക്കെ, മാർക്കസ് കറക്ഷൻ ഫാക്ടർ L minus 5r square divided by 5 by 6r square. Five by 6 into r square divided by 1 plus r raised to 4. സോ ഇതാണ് മാർക്കസിന്റെ കറക്ഷൻ ഫാക്ടറിന്റെ ഫോർമുല. ഈ കറക്ഷൻ ഫാക്ടർ അപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് IS കോഡിലുള്ളത്. സോ R is the long span by short span. Okay, so long span by short span ആണ് നമ്മളുടെ R-ന്റെ വാല്യൂ. Okay, is always less than 1. Next, according to IS 456, two-way slab with corners held down are assumed to be divided in each direction into middle strip and edge strips, such that the width of the middle strip is. അടുത്തൊരു നല്ല ക്വസ്റ്റ്യൻ ആണിത്, മിക്കപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഓവർസിയർ ലെവൽ എക്സാംസിന് വരെയും കണ്ടിട്ടുണ്ട്. സബ് എഞ്ചിനീയർ എക്സാമിന്, ഓവർസിയർ ലെവൽ എക്സാം, അതുപോലെ തന്നെ AE എക്സാം, ഇങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെ കാണുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. അക്കോർഡിംഗ് ടു IS 456, two-way slab with corners held are assumed to be divided in each direction into middle strips and edge strips such that the width of the middle strip is 3/4 the width of the slab. സോ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് എടുത്തതാണ്. അതിന്റെ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ലാബ്സ് ആർ കൺസിഡേർഡ് ആസ് ഡിവൈഡഡ് ഇൻ ഈച്ച് ഡയറക്ഷൻ ഇൻ ടു മിഡിൽ സ്ട്രിപ്പ് ആൻഡ് എഡ്ജ് സ്ട്രിപ്സ്, ആൻഡ് ദ മിഡിൽ സ്ട്രിപ്പ് ഇസ് 3/4 the length and the edge strips are 1/8 the length. Okay, അപ്പോൾ 1/8 മറ്റേ മിഡിൽ സ്ട്രിപ്പ് 3/4 ആണ്. Okay, in two-way slabs the torsional reinforcement is provided in the mid depth only, top face only, bottom face only, top and bottom face both. In two-way slab, the torsional reinforcement is provided at mid depth only, top face only, bottom face only, top and bottom face both. The answer is top and bottom face both. നമ്മുടെ 2-way സ്ലാബിൽ ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ് എന്തിനാ കൊടുക്കുന്നത്? നമ്മൾ ലിഫ്റ്റിംഗ് ഓഫ് ദ സ്ലാബ്സ് ഉണ്ടാവും കോർണേഴ്സിൽ. സോ ലിഫ്റ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോർഷന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യും. സോ ടോർഷന് ഡിസൈൻ ചെയ്തുള്ളത് കൊണ്ട് തന്നെ ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ്സ് ആർ പ്രൊവൈഡഡ് ഇൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം ഫേസ് ബോത്ത്. ഓക്കെ, സോ നെക്സ്റ്റ് വന്നിട്ട്
In Marcus' method of designing two-way slab, the thickness of the slab is generally taken to be dash of the shorter span. The thickness of the slab is usually taken as dash of the shorter span. അറിയാന്നുള്ളവരൊന്ന് ടെക്സ്റ്റ് ഇട്ടോളൂ. In Marcus' method of designing two-way slabs, thickness of the slab is generally taken to be dash of the shorter span. It is 1/30 of the shorter span. In Marcus' method of designing, in Rankine's Grashof method, the effect of restraint against lifting of the corners and the effect of torsion in the slabs neglect ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മാർക്കോസ് മെത്തേഡിൽ അതിനൊരു അപ്രോക്സിമേറ്റ് മെത്തേഡ് അവർ പറഞ്ഞേക്കുവാണ്. അപ്രോക്സിമേറ്റ് മെത്തേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇൻ ദിസ് മെത്തേഡ് തിക്നെസ് ഓഫ് ദ span is generally taken as 1/30 of the shorter span. So thickness of the span എന്ന് പറയുന്നത് 1/30 of the shorter span ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, നെക്സ്റ്റ് എഫക്റ്റീവ് സ്പാൻ ഓഫ് എ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കേസ്. നോർമൽ ക്വസ്റ്റ്യൻ ആണ്, ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എഫക്റ്റീവ് സ്പാൻ ഓഫ് എ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കേസ്. Center to center distance of support, center to center distance of the landing, half width of the landing, half width of going. Center to center distance of support, center to center distance of landing, half width of landing, half width of support, half width of going. The answer is center to center distance of the support. What is the effective span of a staircase supported at each end by landing spanning parallel with the riser? Spanning parallel with the riser, if the width of the landing is 2.5 meter and width of the starting passage is 1.5 meter and going of the stair is 2.2 meters. അറിയാന്നുള്ളവരൊന്ന് കമന്റ് ഇടുക. അറിയാന്നുള്ളവർ കമന്റ് ഇട്ടോളൂ. ഓക്കെ, ദ ആൻസർ ഇസ് 3.95 മീറ്റേഴ്സ്. ഈ 3.95 മീറ്റേഴ്സ് ആൻസർ എങ്ങനെ കിട്ടി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സി, ഈ ക്വസ്റ്റ്യനിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് രണ്ട് കേസ് ഉണ്ട്. നോർമലായിട്ടുള്ള നോർമലായിട്ട് സപ്പോർട്ടിൽ കൊടുത്തിരിക്കുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ദി സപ്പോർട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ലാൻഡിങ്ങിൻ്റെ ലെങ്ത് എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് സപ്പോർട്ടഡ് അറ്റ് ദി എൻഡ് ബൈ ലാൻഡിങ് spanning parallel to the risers. Spanning parallel to the riser. So, ഇതൊരു സ്റ്റെയർ കേസ് ആണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതിൽ ഇത് ലാൻഡിങ്, ഇതൊരു ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ കേസ് ആണ്. ക്വസ്റ്റ്യനിൽ ഡോഗ് ലെഗ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡോഗ് ലെഗ് നിങ്ങൾ എടുത്തോ. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റെയർസ് ഒന്നും കറക്റ്റ് ആയിട്ടൊന്നും കൊടുക്കുന്നില്ല കേട്ടോ, സ്റ്റെപ്സ് ഒക്കെ. ഓക്കെ, സോ ഇതിൻ്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. So, first തന്നെ the effective span, the landing spanning parallel to the riser if the width of the landing is 2.5 meter. Landing in the width 2.5 meter ആണ്. ഓക്കെ, അതുപോലെ തന്നെ width of the starting passage is 1.5 meter. 1.5 meter. Ni. The width of the going stair is 2.2 meters. Going വന്നിട്ട് 2.2 meter ആണ്. Going is 2.2 meters. Okay. So, ഈ കേസിൽ നമ്മൾ എക്സും വൈ ആയിട്ട് ഡിവൈഡ് ചെയ്യുമല്ലോ. ഓക്കെ, ഞാൻ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു തന്നായിരുന്നു എക്സും വൈ ആയിട്ട് ഡിവൈഡ് ചെയ്യണത്. ഇത് എക്സ്, ഇതും എക്സ്. ഇത് വൈ, ഇത് വൈ. Okay, so now
the distance L effective is equal to നമ്മുടെ ഗോയിങ്ങിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? നമുക്ക് ഈ ഡിസ്റ്റൻസ് എടുക്കാമല്ലോ. 2.5ന്റെ പകുതി എത്രയാണ്? 1.25. ഇത് എടുക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അയ്യോ, ഞാൻ വിട്ടുപോയി പെട്ടെന്ന്. ഓക്കെ, സോ അത് മുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തേക്ക് വരാം. സോ എക്സ് ഇസ് ഈക്വൽ ടു 1.25 മീറ്റേഴ്സ് ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 0.75 മീറ്റേഴ്സ് ആൻഡ് ജി ഇസ് ഈക്വൽ ടു 2.2 മീറ്റേഴ്സ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ടേബിളിലേക്കാണ്. ഞാൻ ടേബിൾ പറയാൻ വിട്ടുപോയി. ഓക്കെ, ടേബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വെറുതെ ഈ ടേബിൾ നോക്കി ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. ഒരേ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഏതെങ്കിലും ഒരു വാല്യൂ എക്സ് അല്ലെങ്കിൽ വൈ, ഏതെങ്കിലും ഒരു വാല്യൂ 1 മീറ്റർ ആണ് നമ്മുടെ ലിമിറ്റിംഗ് വാല്യൂ. 1 മീറ്ററിൽ കൂടുതൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വാല്യൂ 1 മീറ്റർ ആയിട്ട് മാത്രം നമ്മുടെ കാൽക്കുലേഷനിൽ എടുക്കുക. ബാക്കി 1 മീറ്ററിൽ കുറഞ്ഞ വാല്യൂ അതുപോലെ തന്നെ എടുത്തോളൂ. ഓക്കെ, അപ്പം ഇതിനകത്തില് ഗോയിങ് എടുക്കുവാണ് ഞാൻ. ആദ്യം 2.2 മീറ്റർ എടുത്തു, പ്ലസ് വൈയുടെ വാല്യൂ എന്താ? 0.75 മീറ്റർ, പ്ലസ് എക്സിന്റെ വാല്യൂ 1.25 ആണ്. പക്ഷെ എന്ത് പറ്റി? അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇപ്പൊ എന്ത് ചെയ്യണം? പറഞ്ഞു, ലിമിറ്റ് ചെയ്ത് 1 മീറ്റർ എടുത്തോളണം. അപ്പോൾ 1 വെച്ചിട്ട് പ്ലസ് ചെയ്യണം. അപ്പൊ അതാണ് ഈ കേസസ് എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇത് ഞങ്ങൾ ഓരോ കേസുകൾ എടുത്തെടുത്ത് ഇങ്ങനെ നോക്കി കമ്പയർ ചെയ്ത് എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ട്രിക്ക് പറഞ്ഞത്. ഇറ്റ് ഇസ് 3.95 മീറ്റേഴ്സ് ആണ് നമ്മുടെ ആൻസർ. അപ്പൊ കിട്ടിയല്ലോ 3.95 മീറ്റേഴ്സ്. നെക്സ്റ്റ്, in the open well stairs, the load on the common area may be distributed as dash in the each direction. The open well stairs, the load on the common area may be distributed as dash in each direction. The load on the common area can be distributed as 3/4 of W, അതായത് ലോഡ് W ആണെങ്കിൽ, ആൻഡ് 1/2 of W/3. ഏതായിരിക്കും ആൻസർ? അറിയാന്നുള്ളവരൊന്ന് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ദ ആൻസർ ഇസ് W/2. നമ്മുടെ ഓപ്പൺ വെൽ സ്റ്റെയർ കേസിന്റെ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഓപ്പൺ വെൽ സ്റ്റെയർ കേസിന്റെ പ്രത്യേകത എന്താ? യു വിൽ ബി ഹാവിങ് സം സ്പേസ് ഇൻ ബിറ്റ്വീൻ. ഇങ്ങനെ ഇരിക്കും ഓപ്പൺ വെൽ സ്റ്റെയർ കേസ്. ഒരു റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയറോ എന്തെങ്കിലും ഒരു സ്പേസ് ഉണ്ടാവും നടുക്ക്. ഓക്കെ, അപ്പൊ ഇതിലെ കോമൺ ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, കോമൺ ഏരിയ. ഓക്കെ, ഇതാണ് കോമൺ ഏരിയ. ഇതിന്റെ ലോഡ് കണ്ടീഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ലോഡ് കണ്ടീഷൻസ് എടുക്കുമ്പോൾ ഈ കോമൺ ഏരിയയിൽ വരുന്ന ലോഡ്, കോമൺ ഏരിയയിൽ വരുന്ന ലോഡ്, ആ ലോഡിന്റെ പകുതി നമ്മൾ ഈ സൈഡിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഈ സൈഡിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഈ സൈഡിൽ W/2ഉം ഈ സൈഡിൽ W/2ഉം, ഇവിടെ നമുക്ക് W ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓപ്പൺ വെൽ സ്റ്റെയറിൽ ദ ലോഡ് ഓൺ ദ കോമൺ ഏരിയ മേ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഹാഫ്, രണ്ട് സൈഡിലേക്കും by2 ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. സോ നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് ഒക്കെ ഒരുവിധം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ടോപ്പിക്സ് എല്ലാം നല്ലോണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്കിനി നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിന് കാണാം. അടുത്ത ഡിസൈൻ ടോപ്പിക്കുമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.